ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗണ്ടിക്കോട്ടയുടെ രണ്ടാമത്തെ ദിവസം നമ്മളിപ്പോൾ പോകുന്നത് ബെലം കേവ്സ്. നമ്മളിതേ പെന്ന റിവർ ക്രോസ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നേ ചിത്രാവതി റിവർ പറഞ്ഞ പോലെ തന്നെ പെന്ന റിവറും ഭയങ്കര ശോകാവസ്ഥയാണ്. വെള്ളമൊക്കെ വളരെ കുറവാണ്. കണ്ടാൽ തന്നെ അറിയാം, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ കാണുന്ന ഒരു പ്രത്യേക അട്രാക്ഷനാണ് നമ്മുടെ സിമെൻറ്റ് ഫാക്ടറികൾ. അതുപോലെ ഇതുപോലെ മേച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ആട്ടിൻ പറ്റങ്ങൾ. അതിലപ്പുറം നമുക്ക് കടപ്പയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത് പോലുള്ള കൾട്ടിവേഷൻസ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിലും നിങ്ങൾക്ക് കാണാം. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് മിളക് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഫുള്ള് ചുവന്ന കളറിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിർത്തിയതാണ്. ഇവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി, ചുമ്മാ ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തി. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഫുൾ മിളക് കൃഷി കഴിഞ്ഞിട്ട് മിളക് ഉണക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരതിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്, നല്ലതും അതുപോലെ തന്നെ മീഡിയം ക്വാളിറ്റി, ഫൈൻ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടപ്പയിലെ ഏറ്റവും വലിയ ഫേമസ് ആണ് ഈ മിളക് കൃഷി. അതുപോലെ തന്നെ കടപ്പയുടെ മറ്റൊരു ഫേമസ് ആണ്, ആ പേരിൽ തന്നെ നിങ്ങൾക്കറിയാം, കടപ്പക്കല്ല്. ആ കടപ്പക്കല്ലിൻ്റെയും ഉത്ഭവം ഈ കടപ്പയിൽ തന്നെയാണ്. ഈ പോകുന്ന റോഡ് സൈഡിലൊക്കെ ഈ കടപ്പക്കല്ലുണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അത് വിൽക്കുന്നത്, അതുപോലെ കടപ്പക്കല്ല് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പലരും വീടൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റൊരു അട്രാക്ഷനായിട്ടുള്ള ബെലം കേവ്സ്, അതിൻ്റെ എൻട്രൻസിൽ നമ്മളെത്തി. ഇനി നമ്മൾ പോയിട്ട് നമ്മൾ ഇതിൻ്റെ കേവ്സും എല്ലാം കാണുന്നതായിരിക്കും. നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞൊരു അന്തമില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവിടെ പറഞ്ഞത് വെച്ചിട്ടൊരു 1.5 കിലോമീറ്ററോളം ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നൊരു ഗുഹയാണെന്നാണ് അവർ പറയണത്. ഇങ്ങനെ വില്ലേജേഴ്സ് ആരോ കണ്ടുപിടിച്ചിട്ട് പിന്നീട് അത് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ബെലം കേവ്സ്. ഗുഹയുടെ അകത്ത് ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോക്കാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതുപോലത്തെ ഒരു റോക്സ് നമ്മളിവിടെ വേറെ കണ്ടിട്ടില്ല. അതുപോലെ ഒരു ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു തരം ഗുഹയാണിത്. ഈ ഗുഹയ്ക്ക് ആക്ച്വലി എൻട്രൻസും എക്സിറ്റും ഒന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എക്സിറ്റ്, എൻട്രൻസ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നെയിം പ്ലേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലെങ്കിൽ നമ്മൾ പോയ വഴി കൂടെ തന്നെ വീണ്ടും പോയിട്ട് കുറച്ചധികം സമയം അതിൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നിട്ടുള്ള ആ ഒരു നിർദ്ദേശപ്രകാരം പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ എൻട്രൻസ് നമ്മൾ കയറി വന്ന ആ വഴിക്ക് തന്നെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഈ വെട്ടി കണ്ട, അത് വെട്ടണതല്ല, അങ്ങനെ പൊട്ടണതായിരിക്കും കല്ല്.
ഗുഹ ഇനിയും ഒരുപാട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് പോകാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ ആ സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ പോയി കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരണം. ഇപ്പോഴാണ് കേവ് ഇത്. നോക്കി അങ്ങോട്ട് നീ അതിന്റെ മുകളിൽ നോക്ക്, കല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട. ഇതിൻ്റെ അകത്ത് നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അവർ വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും ഒരുപാട് ആളുകളുള്ളത് കൊണ്ടും പിന്നെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് കുറച്ച് സഫോക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു അസ്വസ്ഥത പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. ഈ കാണുന്ന ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഗുഹ നടന്നിട്ട് നമ്മളിപ്പോൾ വന്ന് മേലെ കയറി. കാരണം ഈ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മളിപ്പോൾ നടന്നു വന്ന ഈ ഗുഹയുടെ മേലെയാണ്. സോ അത്രയും കുറച്ച് താഴത്തേക്കൊക്കെ നമ്മൾ താഴെ ഇറങ്ങിയിട്ടാണ് ഈ ഗുഹയിൽ നടന്ന് ഇപ്പം നമ്മളിവിടെ മേലെ കയറി വന്നിരിക്കുന്നത്. ഈ ബെലം കേവ്സിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അട്രാക്ഷനാണ് ഈ ബുദ്ധ സ്റ്റാച്യു. ഇത് ഏതാണ്ട് ഒരു 40 ഫീറ്റ് ഹൈറ്റ് വരുന്ന ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ്. ലോട്ടസിലിരിക്കുന്ന ഒരു ബുദ്ധൻ്റെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഈ എന്താ പറയുക, ബെലം കേവ്സിൻ്റെ പുറത്ത് മലനിരകളുടെ താഴെയായിട്ട് ഇത് അകലെന്ന് കാണാൻ തന്നെ നല്ലൊരു അട്രാക്ഷനാണ്. ഹായ്, അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ ടൂറ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ബെലം കേവ്സ് കണ്ടു, അതെ, ബുദ്ധ സ്റ്റാച്യു കണ്ടു. അതെ, ഇനി നമ്മൾ തിരിച്ച് സ്ട്രെയിറ്റ് ബാംഗ്ലൂർ. ഒരു 5 hours ട്രാവൽ ഉണ്ട്.
അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചെയ്ത് ബോട്ടിംഗ് ആണ് ചെയ്തത്. ഗന്ദിക്കോട്ടയിൽ തന്നെ നല്ല അടിപൊളി എക്സോട്ടിക് വ്യൂ ആയിരുന്നു. അതെ അതെ. പിന്നെ വന്നതാണ് നമ്മൾ ബേലം കേവ്സ്. ബേലം കേവ്സ് നാച്ചുറലി ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കേവ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചത്ര ഹൈപ്പിനനുസരിച്ചുള്ളതില്ല. അതായത് താഴേക്ക് പോയിട്ട് കുറേ നടക്കാനുണ്ട് കേവിന്റെ കൂടെ. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, ഭയങ്കര ചൂടും. വെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ചൂട്, എയർ സർക്കുലേഷൻ ഇല്ലാത്ത കാരണം. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു എന്താ പറയുക, നാച്ചുറലി കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. അതെ, ഗണ്ടിക്കോട്ട വരികയാണെന്നുണ്ടെങ്കിൽ ബേലം കേവ്സ് കാണാം. അത് അതിൻ്റെ അടുത്ത്, ഒരുപാട് ദൂരമില്ല, 1 മണിക്കൂർ ഫ്രം ഗണ്ടിക്കോട്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാംഗ്ലൂർ വെച്ച് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ കടപ്പക്കല്ലുകളുടെ നാട്ടിൽ നിന്നും കൃഷിയിടങ്ങൾ താണ്ടി ഞങ്ങൾ വീണ്ടും നഗരത്തിലേക്ക്.